ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റു. ഞാനിന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ്. അപ്പോൾ അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന്. അപ്പോൾ അതേ അമ്മ രാവിലെ എഴുന്നേറ്റ ഉടനെ പതിവ് പോലെ ചെടികളുടെ അടുത്താണ്. അപ്പോൾ ബൊഗൈൻവില്ലയൊക്കെ ഒന്ന് പൂ വന്നു കഴിഞ്ഞതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുവാണ്. ഇപ്പോൾ നന്നായിട്ട് പൂക്കുന്ന സമയമാണല്ലോ. അപ്പം ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട്. അച്ഛനും അമ്മയ്ക്കും രാവിലെ തന്നെ ഒരു ഫംഗ്ഷന് പോകാനുണ്ട്. വൈകിട്ട് പിന്നെ എൻ്റെ കസിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്, പാലുകാച്ചലാണ്. അപ്പോൾ അവിടെ പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പവും കറിയും ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അച്ഛനും അമ്മയും പോയി. പിന്നെ എനിക്ക് മോൾക്കിന്ന് ഡാൻസ് ഉള്ള ദിവസമാണ്. ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയാണ് കേട്ടോ ഡാൻസ് സ്കൂൾ. അപ്പം ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടാക്കാൻ പോവാം. രാവിലെ ആൾ ചെറിയ പിണക്കത്തിലാണ്, അതാണ് മുഖം അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ബൈ, അമ്മ വരാം കേട്ടോ, വിളിക്കാം. അപ്പം തിരിച്ച് ഞാൻ വീട്ടിലെത്തി. ഇനി ലഞ്ച് ഉണ്ടാക്കണം. ഇന്നിപ്പോൾ ലഞ്ചിന് ഞാനും മക്കളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു പുലാവ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഒരു തട്ടിക്കൂട്ട് ലഞ്ച്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു 2.5 ഗ്ലാസ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാനുള്ള ഒരു ചെറിയ അളവിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ രാത്രി ഡിന്നർ നമ്മൾ ഹൗസ് വാമിങ്ങിന് പോകുന്നുണ്ടല്ലോ, അവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അരി നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഒരു അരമണിക്കൂറൊന്ന് കുതിർത്ത് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിലിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ പുലാവിൽ ചേർക്കാനുള്ള കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സവോള, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, 2 ചെറിയ ക്യാരറ്റ്, ഇത്രയും എടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ ചെറിയ അളവിലായതുകൊണ്ട് പച്ചക്കറികളൊക്കെ കുറച്ച് മതി കേട്ടോ. പിന്നെ വേറെ ഇപ്പം ബീൻസോ ക്യാപ്സിക്കം, അതുപോലെ ഗ്രീൻ പീസ്, അങ്ങനെയുള്ള ഏത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാം. അപ്പം എൻ്റെ കയ്യിൽ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണല്ലോ. അപ്പം നമ്മളിന്ന് തേങ്ങാപ്പാൽ ചേർത്ത പുലാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരുപാട് സ്പൈസസ് ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള നല്ല മൈൽഡ് ഫ്ലേവർ ഉള്ളൊരു പുലാവാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉപയോഗിച്ചത്. ഇതിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ പൊടിയുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ചൂടുവെള്ളമാണ് ഒഴിക്കാൻ പോണേ. ഞാനൊരു 2 ഗ്ലാസ്, നമ്മൾ നേരത്തെ അരി അളന്നെടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യണം. നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയായി. ഇനി പുലാവ് കുക്കറിലാണ് വെക്കുന്നത്. കുറച്ച് നെയ്യ് ചേർക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പുലാവ് നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. ഇതിൽ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർക്കാം. ഒരു വലിയ സവോളയായിരുന്നു കേട്ടോ. പച്ചമുളക് 1-2 ഒക്കെ ചേർക്കാം ഇഷ്ടം പോലെ. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി മതി. ഏകദേശം ഒരു ടീസ്പൂൺ അത്രയും മതി കേട്ടോ. നന്നായിട്ട് വഴറ്റി ഇതൊന്ന് വാടി വരണം. സവോളയുടെ നിറം ഒന്നും മാറണ്ട. അത് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇടാം. അപ്പോൾ ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും ഈ സമയത്ത് തന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒന്ന് വഴറ്റണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കില്ല കേട്ടോ. ആ പട്ട, ഗ്രാമ്പു, ഇലക്കൊക്കെ ചേർത്തതിൻ്റെ ടേസ്റ്റും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റുമാണ് ഉണ്ടാവുന്നത്. ഇനി തേങ്ങാപ്പാൽ ചേർക്കാം. 2 ഗ്ലാസ് തേങ്ങാപ്പാലും 1 ഗ്ലാസ് വെള്ളം. നമ്മൾ അരി 2.5 ഗ്ലാസ്സാണ് എടുത്തത്. അപ്പം അതിന് 3 ഗ്ലാസ് വെള്ളം എന്നുള്ളതാണ് കണക്ക്. അപ്പം അതിൽ 2 ഗ്ലാസ് നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്തു. പാകത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. കുറച്ച് മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ട് വേണം കുക്കർ അടയ്ക്കാനായിട്ട്.
ഓക്കെ, ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, വെയിറ്റ് ഇട്ടിട്ടില്ല. ഇതിനകത്തുനിന്ന് ആവി വന്ന് തുടങ്ങിയതിന് ശേഷം ഇതുപോലെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആവി വരും. അപ്പോൾ കുക്കർ അത് വെയിറ്റ് ഇടണം. എന്നിട്ട് തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അത് കഴിഞ്ഞ് 10 മിനിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ വിസിലാണ് കുക്കിംഗ് ടൈം. അതായത് 10 മിനിറ്റിനുള്ളിൽ ആദ്യത്തെ വിസിൽ വരികയാണെങ്കിൽ അപ്പം തന്നെ ഓഫ് ചെയ്യുക. അതല്ലെങ്കിൽ കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ഞാനിന്നൊരു സിമ്പിൾ എഗ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഒരു വിസിൽ വന്നു, 10 മിനിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഒരു വിസിൽ വന്നു. അപ്പം തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ ആവി പോയതിന് ശേഷം മാത്രം തുറക്കാം. ഫുൾ ആവി പോയിട്ടേ തുറക്കാവുള്ളൂ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തിടാം. ഇപ്പം അച്ഛനും അമ്മയും വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പം അവർ ഫംഗ്ഷന് പോയിട്ട് അവിടെ നിന്ന് ഊണൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് വീണ്ടും റെഡിയായി പോകണം. അപ്പോൾ അതിന് മുന്നേ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. അപ്പം ഞാനിനി എഗ് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണയിലോട്ട് തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയോ ചിക്കൻ മസാലയോ ഏതെങ്കിലും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. എണ്ണയിലോട്ട് ഇടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് മൂക്കും. ചെറിയ തീയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് തന്നെ ഒരല്പം മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. പൊടികൾ കരിഞ്ഞ് വരിക്കാനായിട്ട് മാത്രം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. പാകത്തിനുള്ള ഉപ്പിടണം. ഇത് നമ്മൾ പുഴുങ്ങി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു എഗ് ഫ്രൈ. ട്രൈ ചെയ്ത് നോക്കണം. മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില വെച്ചുണ്ടാക്കിയാലും ചേർത്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അതുപോലെ ചോറിനൊക്കെ ആയാലും കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ്. ഒരുപാട് എരിവില്ലാതെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈ റെഡി. പുലാവും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ആവി പോയതിന് ശേഷം തുറക്കുമ്പോൾ ഇതുപോലെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവും. വേറെ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവാണ്. നല്ല മൈൽഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പപ്പടവും കൂടി ഫ്രൈ ചെയ്തെടുത്തു. തൈര് ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് സാലഡ് ഇല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഊണ്. അപ്പോൾ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിതേ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലെത്തി. അമ്മ ഒരു പായസം ഉണ്ടാക്കാൻ പോവാണേ, അടപ്രഥമൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ടുള്ള അടയും ചവരിയൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന അടപ്രഥമൻ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാനൊക്കെ ഉണ്ടാക്കുന്നേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 250 ഗ്രാം അടയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് 1/2 കിലോ ശർക്കര ആണ് എടുത്തിരിക്കുന്നത്. അത് ഉരുക്കി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അമ്മ ഈ പായസത്തിൽ നെയ്യൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. അട നെയ്യിൽ വരട്ടിയെടുക്കുകയൊന്നുമില്ല. എന്നിട്ട് ഈ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വരുമ്പം അട ഇട്ടു, വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇട്ടു. ഇതുമായിട്ടൊന്ന് മിക്സായി വരണം. അടയിലോട്ട് ശർക്കര പിടിക്കണം. അപ്പം അത് അടയും ശർക്കരയും കൂടി ചേർത്ത് അത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടി ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 80 ഗ്രാം ചവ്വരിയാണ് കേട്ടോ. ഒരു 1/4 കപ്പോളം ചവ്വരി ഉണ്ടാവും. അത് വേവിച്ച് വെച്ചിരുന്നത് കൂടി ചേർത്ത് ഒരു കുറച്ച് സമയം നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഈ ഒരു രീതിയിലായിട്ട് വരണം. അടയിലോട്ട് ശർക്കരയൊക്കെ നല്ലപോലെ പിടിച്ചു. ആ സമയത്ത് 2ാം പാല് ഒഴിക്കുകയാണ്. തേങ്ങാപ്പാലാണ്. 1.5 തേങ്ങയുടെ 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 4-4.5 കപ്പോളം വരും. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ തേങ്ങാപ്പാലും ഈ അടയും കൂടിയൊക്കെ നല്ലപോലെ മിക്സായി അതൊന്ന് നന്നായി വറ്റി വരണം. ഇതുപോലെ വറ്റി വരണം.
ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് പശുവും പാലാണ് കേട്ടോ. ഈ ശർക്കര പായസത്തിൽ എങ്ങനെ പശുവും പാല് ചേർക്കും, അത് പിരിഞ്ഞു പോലെയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവാം. പക്ഷെ ഇങ്ങനെയാണ് അമ്മ എപ്പോഴും അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. ഇതുവരെ പിരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ വേറൊരു പാത്രത്തിൽ ഒരു 2 കപ്പ് പശുവും പാല്, അതായത് 1 കവറ് പശുവും പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും ഇത് ഒഴിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്, ഇതിപ്പോൾ പിരിയും എന്ന് തോന്നും. പക്ഷേ ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ, ഇതുവരെയും പിരിഞ്ഞിട്ടില്ല. നല്ല അടിപൊളി പായസം കിട്ടും. നല്ല ടേസ്റ്റാണ് പശുവും പാല് ചേർക്കുമ്പോൾ. ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. തിളപ്പിച്ച പാലായതുകൊണ്ട് പിന്നെ ഒരുപാട് സമയം ഈ പായസം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ മിക്സ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. ഇനിയാണ് ഇതിനകത്തേക്ക് 1-ാം പാല്, അതായത് തേങ്ങാപ്പാല് ചേർക്കുന്നത്. കട്ടി ഉള്ള തേങ്ങാപ്പാല് അതൊരു 2 കപ്പോളം, 1.5-2 കപ്പോളം വരും. അതായത് 1.5 തേങ്ങയുടെ കുറുകിയ തേങ്ങാപ്പാല് അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇത് തിളയ്ക്കേണ്ട, ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നാൽ മതി. നിങ്ങൾക്കിത് പശുവും പാല് ചേർക്കാതെ ഉണ്ടാക്കാം കേട്ടോ. അമ്മ ഇതിനകത്ത് ജീരകം, ചുക്കൊന്നും ചേർക്കില്ല കേട്ടോ. ഏലക്ക തന്നെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ചെറിയൊരു ഫ്ലേവർ, ഒരു ചെറിയൊരു ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ തേങ്ങാപ്പാലിൻ്റെയും ശർക്കര, അട, അതിൻ്റെയൊക്കെ ആ പശുവും പാലിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് എപ്പോഴും ഈ അമ്മ ഉണ്ടാക്കുന്ന പായസത്തിന് ഉണ്ടാവുക. അപ്പോൾ അതേ കണ്ടോ, ഒരു 2-3 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ച് ഈ ലാസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് പായസം ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മളൊന്ന് അടച്ചു വെച്ച് കഴിയുമ്പം ചെറിയൊരു ഏലക്കയുടെ ഫ്ലേവർ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടപ്രഥമൻ റെഡിയായി. ഇനി പറഞ്ഞ പോലെ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും, അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഇച്ചിരി നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് ചേർക്കാം കേട്ടോ. എനിക്ക് പക്ഷേ അത് ഇഷ്ടമല്ല, ഇവിടെ മക്കൾക്കും ഇഷ്ടമല്ല അണ്ടിപ്പരിപ്പൊന്നും പായസത്തിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ നെയ്യില്ല. ഒരു ടീസ്പൂൺ പോലും നെയ്യില്ലാതെ ഉണ്ടാക്കിയിരിക്കുന്ന പായസമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചെറിയ ചൂടോട് കൂടി കുടിക്കാനും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ നല്ല ഇതിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെയും കുടിക്കാനും എനിക്കിഷ്ടമാണ്. അപ്പം നിങ്ങളും അമ്മയുടെ ഈ സ്പെഷ്യൽ അടപ്രഥമൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അങ്ങനെ ഒരു വീക്കെൻഡ് കഴിഞ്ഞു. ഞങ്ങളിത് തിരിച്ച് വീട്ടിലെത്തി. 2 ദിവസം ഇല്ലായിരുന്നുകൊണ്ട് ചെടികൾക്കൊക്കെ ഒരു വാട്ടമായിരുന്നു. അപ്പം രാത്രി വന്ന ഉടനെ അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.